നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹം എന്ന് ഒരു അധ്യാപിക തൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്നു. ഓരോരുത്തരുടെയും ആഗ്രഹം എഴുതാൻ ഒരു പേപ്പർ അവരുടെ കൈവശം കൊടുക്കുന്നു. ഓരോ കുട്ടിയും തനിക്ക് ആരാവണമെന്ന ആഗ്രഹം എഴുതി അധ്യാപികയുടെ കയ്യിൽ കൊടുക്കുന്നു. ആവേശത്തോടുകൂടെ അധ്യാപിക വീട്ടിൽ ചെന്ന് തൻ്റെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ എന്താണെന്ന് പരിശോധിക്കുന്നു. ഓരോ വിദ്യാർത്ഥിയുടെയും ആഗ്രഹം എന്താണെന്ന് പരിശോധിക്കുന്നു. പലരും ഡോക്ടർ ആവണമെന്ന് എഴുതിയിട്ടുണ്ട്, പലരും എഞ്ചിനീയർ ആവണമെന്ന് എഴുതിയിട്ടുണ്ട്, പോലീസ് ആവണമെന്ന് എഴുതിയവരുണ്ട്. പേപ്പറുകൾ മറിക്കുന്നതിനിടയിൽ ഒരു പേപ്പർ കണ്ടപ്പോ അധ്യാപിക അറിയാതെ കരഞ്ഞുപോയി. തൊട്ടടുത്തിരിക്കുന്ന ഭർത്താവ് ചോദിച്ചു, എന്ത് സംഭവിച്ചു? അധ്യാപിക പറഞ്ഞു, ഞാൻ എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് നിങ്ങൾ ആരാവണമെന്ന് അവരോട് എഴുതിത്തരാൻ ആവശ്യപ്പെട്ടു. ഓരോരുത്തരും പല ആഗ്രഹങ്ങളും എഴുതി. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേപ്പറിലുള്ളത്, ഈ കുട്ടിയുടെ ആവശ്യം എനിക്ക് എൻ്റെ പിതാവിൻ്റെ മൊബൈൽ ഫോൺ ആവണം എന്നായിരുന്നു. ഭർത്താവ് ചോദിച്ചു, അതിന് നീ എന്തിനാ കരയുന്നത്? അധ്യാപിക പറഞ്ഞു, ഈ പേപ്പർ നമ്മുടെ മോന്റെ പേപ്പറാണ്. പ്രിയമുള്ള രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മൾ പലപ്പോഴും അവരോട് പറയും, നിങ്ങൾക്ക് ഞാൻ എന്താ തരാത്തത്? നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞാൻ തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് നാം കൊടുക്കുന്ന പരിഗണനയാണ്, അവർക്ക് നാം കൊടുക്കുന്ന സ്നേഹമാണ്. ആ പരിഗണന നഷ്ടപ്പെടുമ്പോൾ സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് അവരുടെ ചിന്തകൾ മാറിപ്പോകുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ അവിടുന്ന് മക്കളോട്, പേരക്കുട്ടികളോട് വലിയ സ്നേഹത്തിലും പരിഗണനയും ജീവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഞങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ നബിതങ്ങളുടെ വരവും കാത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. നബിതങ്ങൾ എത്തി എന്ന വാർത്ത അറിഞ്ഞാൽ ഞങ്ങൾ ഓടിച്ചെന്ന് മുത്തുനബിയുടെ ഹദറത്തിൽ എത്തുമായിരുന്നു. ഒരിക്കൽ ഞാനാണ് ആദ്യം അവിടെ എത്തിയത്. നബിതങ്ങൾ എന്നെ എടുത്ത് തന്റെ വാഹനത്തിന്റെ മുന്നിലിരുത്തി. തൊട്ടു പിന്നാലെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഒരു മകനും അടുത്തെത്തി. ഉടനെ നബിതങ്ങൾ ആ കുട്ടിയെയും എടുത്ത് തന്റെ പുറകിൽ ഇരുത്തി മദീന അണയുന്നത് വരെ വാഹനത്തിൽ ഇരുത്തിയാണ് മുത്തുനബി തങ്ങൾ കൊണ്ടുവന്നത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. പ്രിയമുള്ള രക്ഷിതാക്കൾ, നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് നാം നൽകേണ്ട പരിഗണനകളാണ്. അവരുടെ സന്തോഷങ്ങളിൽ നാം പങ്കുചേരണം, അവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം, അവരുടെ തമാശകൾ കേൾക്കാനും അവർക്ക് ആവേശം പകരാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ജോലി തിരക്കുകൾക്കിടയിൽ, മറ്റു പല ടെൻഷനുകൾക്കിടയിൽ നമ്മുടെ മക്കളെ പരിഗണിക്കാതെ പോകുന്നത് അവരുടെ ഭാവിയെ തന്നെ ഒരു പക്ഷേ വലിയ അപകടത്തിലേക്ക് എത്തിക്കാൻ കാരണമാകും എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. മക്കൾ അള്ളാഹു നമുക്ക് നൽകിയ വലിയ സമ്പത്താണ്. ആ സമ്പത്ത് നമുക്ക് ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും ഉപകരിക്കണമെങ്കിൽ അവരെ നന്മയിലൂടെ നമുക്ക് വഴി നടത്താൻ കഴിയണം. അവരെ പരിഗണിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട്, അവർക്ക് ആവശ്യമായതെല്ലാം നൽകിക്കൊണ്ട് അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ നമുക്ക് കഴിയണം. നാം സ്നേഹം നൽകുമ്പോൾ മാത്രമാണ് നമുക്ക് തിരിച്ചും സ്നേഹം ലഭിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.